സ്വർഗത്തിലാണ് എന്നറിയപ്പെടുന്ന 7 മരണങ്ങൾ. 1. നെറ്റിത്തടം വിയർത്തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൗത്തുൽ മുഅ്മിനി ബിഅർഫിൽ ജബീൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടം വിയർത്തിരിക്കും. 2. വെള്ളിയാഴ്ചയിലെ മരണം. വെള്ളിയാഴ്ച രാവിലെയോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. 3. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മരണം. അത് ഷഹാദത്ത് കലിമ എന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാലും അല്ലാഹ് എന്ന് പറഞ്ഞാലും എന്താണ് ഷഹാദത്ത് കലിമയിൽ ഉൾപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിച്ചാൽ ദഖലൽ ജന്ന, അവൻക്ക് സ്വർഗമാണ്. 4. ഷഹീദായിട്ടുള്ള മരണം. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരുപാട് മരണങ്ങളുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിക്കുക, തീപിടുത്തത്തിലുള്ള മരണം, പേഗ് രോഗ മരണം, കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട മരണം, തിക്കുതിരയിൽ പെട്ട് മരിക്കുക, ഇങ്ങനത്തെ മരണങ്ങളൊക്കെ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണമാണ്. പിന്നെ 5. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടാൽ ആ മരണം നല്ല മരണമാണ്. 6. പ്രസവാനന്തര മരണം. അതായത് ഒരു നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഗർഭസമയത്തോ പ്രസവ സമയത്തോ 2 വയസ്സ് പാല് കുടിക്കുന്ന കുഞ്ഞുള്ള സമയത്തോ മരിക്കുകയാണെങ്കിലും ആ സ്ത്രീ എന്താണ് സ്വർഗത്തിലാണ്, അവൾക്ക് എന്താണ് ഷഹീദിൻ്റെ കൂലി ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 7. നല്ല കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കണം എന്ന നെയ്യത്തോടു കൂടി ഒരുങ്ങിയിരിക്കുക. ഹജ്ജിന് പോവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ, ഉംറക്ക് പോവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു മയ്യത്തും എന്താണ് സ്വർഗം കിട്ടിയെന്ന് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല മരണങ്ങൾ തന്ന് അനുഗ്രഹിച്ചു മാറകട്ടെ. ആമീൻ എന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ.